ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലതിൽ എല്ലാ ബിസ്ക്കറ്റും നനയത്തക്ക വിധത്തിൽ പാലിനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ പാലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടി ഇതിൽ ബിസ്ക്കറ്റിൽ തന്നെ മധുരം ഉണ്ടാവും, പക്ഷേ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ അലിയാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടയ്ക്കുക, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളത്തിന് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 4 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ വറ്റിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ഓയിലിൻ്റെ ഒക്കെ ഒരു പരിവാവണ വരെ വറ്റിച്ചെടുക്കുക കേട്ടോ. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ സ്റ്റവ് കത്തിച്ചിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സറിലേക്ക് വെച്ച് കൊടുത്ത് ഇളക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ബിസ്ക്കറ്റിന് മധുരമുള്ള കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. അതിൽ കട്ടയൊന്നുമില്ലാതെ കട്ട കെട്ടാതെ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് അത് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ ഈ അടി വിട്ടു പോരുന്ന ഒരു പരിവാവും. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ട, ഇപ്പോൾ പാനിൽ നിന്ന് അതെല്ലാം അരികെല്ലാം വിട്ടു പോരുന്നുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് ഇത്രയാവുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് തണുക്കാനായിട്ട് നമുക്ക് പരത്തി വയ്ക്കാം കേട്ടോ. പിന്നെ കയ്യിൽ നെയ്യ് പരത്തിയിട്ടാണ് ഞാനിത് ഉരുട്ടണത്. ഒട്ടി പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ ഉരുട്ടണത്. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത് കുഞ്ഞ് ബോൾസായിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണ പോലെയാണ് നമ്മളിത് ഉരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. നല്ല ചൂടാവുമ്പോൾ ലോയിലേക്ക് മാറ്റുക കേട്ടോ. കണ്ട, ഇതേ കളർ ആവണ വരെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈ കൊച്ചു കൊച്ചു ബോൾസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതേ പരിവാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെ മീതെ ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാ വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിസ്തയാ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.